മക്കളെ എല്ലാവർക്കും ഓണാശംസകൾ. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി പൂക്കളെല്ലാം വിതിർത്തെടുത്ത് പൊട്ടിച്ച് എല്ലാം പാകപ്പെടുത്തി അത്തപ്പൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. മണ്ണെല്ലാം നിറച്ച് ആ സമയത്ത് നമ്മുടെ രാത്രിയിലെ നായ്ക്കുട്ടന്മാരെല്ലാം അവർക്ക് ചോറും കൊടുത്ത് അവരും കണ്ടു അത്തപ്പൂടുന്നത്. അങ്ങനെ രാവിലെ എണ്ണീച്ചാരി അടുപ്പയിലിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ വരുന്ന കുട്ടി വന്നു. അവൾക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ഒരാൾ അത് കണ്ടുകൊണ്ട് ഇറങ്ങി പമ്മി വരികയാണ് അവനെ കണ്ടുകൊണ്ട്. അപ്പോഴത്തേനും മീനും ഇല്ല, പെടുക്കിരിയും ചോറുമീൻ എടുക്കത്തില്ലല്ലോ നമ്മൾ ഓണത്തിനെന്ന് രാവിലെ. അങ്ങനെ അവൾക്ക് പെടുക്കിരിയും ചോറും കൂടെ കൊടുത്ത സമയത്ത് ടിൻഡു പുറത്ത് ചാടി. എന്നിട്ട് പെട്ടെന്ന് കയറി വന്നു കേട്ടോ. പുറത്ത് പോകുന്ന ഒഴിച്ചാൽ പിന്നെ എൻ്റെ കുഞ്ഞുട്ടോ അവന് പെടുകിരിയും കൊടുത്തിട്ടേ ഉള്ളൂ. രാവിലെ ഞങ്ങൾ ചായ കുടിക്കുന്നിട്ടും കുഞ്ഞിന് ക്ഷീണമാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പോഴത്തേനും ഭക്ഷണം എല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ കുട്ടന്മാർക്ക് കൊടുക്കാതെ നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോഴത്തേനും ഉണ്ടല്ലേ നമ്മുടെ കിട്ടും അവന് ചോറും പായസവും പെടിഗിരിയും കൂടെ കൊടുത്ത് ഇലക്കകത്ത്. അത് കഴിഞ്ഞ് ടിൻറ്റുമോന് ചോറും ഇലക്കകത്തിട്ടു. പായസവും ഉപ്പേരിയും അവിയലും കൂടാണ് കൊടുത്തത്, പപ്പടവും. കാരണം വെജിറ്റബിൾ എല്ലാം കൊടുത്തില്ല, കഴിക്കത്തില്ല. അപ്പോൾ കുഞ്ഞ് എന്തോ ഇത് എന്നോർത്തവൻ അന്തം വിട്ട് എല്ലാവരും നോക്കുക. അവൻ വെയിറ്റ് ചെയ്തിരിക്കുക, കഴിക്കത്തില്ല. എടുത്ത് പാവം പിടിച്ച് എൻ്റെ പൊന്നുമോൻ പാവം എൻ്റെ കുഞ്ഞ്. പറഞ്ഞപ്പോൾ പിന്നെ വേണ്ട കഴിക്കുകയാണ്. പായസം കുടിക്കുക ആദ്യം. പായസം കുടിച്ചു കഴിഞ്ഞ് കുഞ്ഞ് ചോറ് കഴിക്കാനായിട്ട് പിന്നെ ഞാൻ പപ്പടം പരിപ്പിൻ്റെ കൂടെ ഇട്ട് ഞെരടി കൊടുത്ത് കഴിക്കുമ്പോൾ പക്ഷെ എന്ത് കൊടുത്താലും എൻ്റെ കുഞ്ഞ് കഴിച്ചോളും, പാവമാണ് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ ചോറ് തിന്നും. പിന്നെ മീനാണല്ലോ അവർക്ക് പ്രധാനം, വെജിറ്റബിൾ അങ്ങനെ കഴിക്കില്ലല്ലോ. അപ്പം പിന്നെ അടുത്ത് വീഴ രസമോള് ഇലയുടെ ചുറ്റിനും ഇങ്ങനെ നടക്കുക വെയിറ്റ് ചെയ്ത്. അപ്പോൾ അവർക്ക് അവിടെ ഫുഡ് ഇട്ട് കൊടുത്ത് എപ്പോഴും ഫുഡിനകത്ത് തലയൊക്കെ ഇരിക്കുന്നവളാണ്. എന്നിട്ടും എല്ലാം കഴിച്ച് പിന്നെ നമ്മുടെ ഭക്ഷണം എല്ലാം റെഡിയായി, എല്ലാം വിളമ്പി വെച്ചു. അച്ഛനും പാറും കഴിക്കുകയാണ്, ഞാനും അത് കഴിഞ്ഞ് കഴിക്കുവാണ്. എന്നിട്ട് നമ്മുടെ കാക്കകൾക്കെല്ലാം ചോറ് കൊടുക്കാം. കാക്കകൾ ആരും ഇല്ല, എല്ലായിടവും ഇപ്പോൾ ഓണമായതുകൊണ്ട് എല്ലായിടവും വേസ്റ്റൊക്കെ കാണുമല്ലോ. അങ്ങനെ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. എന്നും ഇങ്ങനെ കാക്കകളെ കൊണ്ട് തീറ്റിക്കത്തില്ല ഓടിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. എനിക്ക് വിഷമം അവനെ വഴക്ക് പറയുന്നു. വടിയൊക്കെ എടുത്ത് ഓടിച്ചവൻ പോകത്തില്ല, കൊന്നാലും പോകത്തില്ല. അങ്ങനത്തെ ഒരു മോനാത് കണ്ടോ. എനിക്ക് വിഷമം അവനെ വഴക്ക് പറയുന്നു. പിന്നെ അവനെ ഓടിച്ചു കളഞ്ഞിട്ട് എപ്പോഴെങ്കിലും കാക്കകൾ വന്ന് കഴിച്ചോളും. കൊക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ അകത്ത് വന്ന് ഇനി അവർക്കേ നമ്മുടെ ഓണസദ്യ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ടിൻറ്റുമോൻ ഇനി മീൻ ചേർത്ത് ചോറ് കൊടുക്കാൻ പോവാം. അവൻ കൊടുത്ത ചോറൊക്കെ കുറച്ചൊക്കെ തിന്ന്. ഇനിയിപ്പോൾ മീൻ ചേർത്ത് അവന് ചോറ് കൊടുക്കണം. രസമോളും വന്നത് കാരണം നമുക്ക് ചോറ് കൊടുക്കത്തില്ല കേട്ടോ. മീൻ പറ്റിച്ചേ ഉള്ളൂ. മീൻ പറ്റിച്ചെല്ലാം കിട്ടു കട്ട് തിന്നു പുറത്ത് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ മീൻ കറി കൂട്ടി ടിൻറ്റുവിനും കൊടുത്ത്, പറ്റിച്ച ഒരു തലയുണ്ടായിരുന്നു അത് അവനും കൊടുത്ത്. അങ്ങനെ രസമോളും വന്നിരിപ്പുണ്ട്. അപ്പോൾ ശരി മക്കളെ, ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നില്ല.